പാപ്പരായ പാകിസ്ഥാന്റെ തെരുവുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ പരക്കം പായുമ്പോൾ ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്നത് മറ്റൊരു ദൃശ്യമാണ്. IMFന് മുന്നിൽ യാചിക്കാൻ നിൽക്കുമ്പോഴും തങ്ങളുടെ യഥാർത്ഥ മുൻഗണന എന്താണെന്ന് പാകിസ്ഥാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. സാമ്പത്തികമായി തകർന്നടിഞ്ഞാലും ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞ ഒന്നാണെന്ന് അടിവരയിടുന്നതായിരുന്നു ആ കാഴ്ച. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ മകൻ സാക്ഷാൽ ഹാഫിസ് തൽഹ സയ്യിദ്, ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം കൊടും ഭീകരനായി പ്രഖ്യാപിച്ച ഇയാളാണ് ലാഹോറിലെ സ്റ്റേഡിയത്തിൽ നടന്ന കൂറ്റൻ ഈദ് നമസ്കാരത്തിന്റെ നേതൃത്വം നൽകിയത്. ലഷ്കർ-ഇ-ത്വയ്ബയുടെ ജമാഅത്ത് ഉദ്ദവയുടെയും നൂറുകണക്കിന് ഭീകരരും റിക്രൂട്ടർമാരുമാണ് തൽഹ സയ്യിദിന് പിന്നിൽ അണിനിരുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെല്ലാം വെറും കടലാസ് പുലികളാണെന്ന് ഒറ്റയടിക്ക് തെളിയിച്ചുകൊണ്ട് ഒരു കൊടും ഭീകരൻ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് പരസ്യമായി ശക്തി പ്രകടനം നടത്തുന്നു. പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രം എത്രത്തോളം ലോകത്തെ വിഡ്ഢിയാക്കുന്നു എന്നതിന്റെ നേർചിത്രം കൂടിയാണത്. ആരാണ് ഈ തൽഹ സയ്യിദ്? ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ താല്പര്യങ്ങൾക്കുമെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഭീകരർക്കായി ഫണ്ട് ശേഖരിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന ലഷ്കർ-ഇ-ത്വയ്ബയുടെ ബുദ്ധി കേന്ദ്രം 2022 UAPA നിയമപ്രകാരം ഇന്ത്യ ഇയാളെ വ്യക്തിഗത ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഒരു ഭീകര സംഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സ്വന്തം നിലയിലോ ഒന്നിലധികം സംഘടനകൾക്ക് വേണ്ടിയോ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയോ ഫണ്ട് ശേഖരിക്കുകയോ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയോ തീവ്രവാദം പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരുത്തനാണ് ഇയാൾ. അമേരിക്ക $10 ദശലക്ഷം തലയ്ക്ക് വിലയിട്ട ഹാഫിസ് സയ്യിദിന്റെ ഈ പിൻഗാമി ഇന്ന് പാകിസ്ഥാനിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിച്ച് ഇന്ത്യക്കും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്യുകയാണ്. FATF നിരീക്ഷണം ഒഴിവാക്കാൻ പാകിസ്ഥാൻ കാലാകാലങ്ങളിൽ നടത്തുന്ന പ്രഹസനങ്ങളുടെ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിലെ കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദ ഫണ്ടിങ്ങും തടയാൻ രൂപീകരിച്ച രാജ്യാന്തര സംവിധാനമാണ് FATF. ഇതിന്റെ ഗ്രേ ലിസ്റ്റിൽ വീണാൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യത്തിന് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടേണ്ടി വരും. കടം കിട്ടാൻ ലോകബാങ്കിനും IMFനും മുന്നിൽ കൈനീട്ടുന്ന പാകിസ്ഥാന് ഈ നിരീക്ഷണം ഒരു വലിയ വാളാണ്. അതുകൊണ്ട് തന്നെ FATF പരിശോധന വരുമ്പോൾ ഭീകരരെ എല്ലാം ജയിലിൽ അടച്ചെന്ന് നാടകം കളിക്കുകയും പരിശോധന കഴിയുമ്പോൾ അവരെ സ്വതന്ത്രരാക്കി സ്റ്റേഡിയങ്ങളിൽ റാലി നടത്താൻ വിടുകയുമാണ് പാകിസ്ഥാന്റെ പതിവ് രീതി. തകർന്ന സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ മുന്നിൽ യാചിക്കുമ്പോഴും മറുവശത്ത് അവർ തങ്ങളുടെ സാംസ്കാരിക ജിഹാദിനും ഡെമോഗ്രാഫിക് വാർഫെയറിനും മൂർച്ച കൂട്ടുകയാണ്. പാകിസ്ഥാനിലെ സൈന്യവും സർക്കാരും ഭീകരരും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. ഇവരുമായി സമാധാന ചർച്ചകൾക്ക് ഇരിക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ ആത്മഹത്യാപരമാണ്. കാശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും ഇന്ത്യ നേരിടുന്ന സുരക്ഷാ ഭീഷണികളുടെ വേരുകൾ ഇത്തരം സ്റ്റേഡിയങ്ങളിലാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ മുൻകാല മൃദു സമീപനങ്ങൾ ഇവർ എക്കാലവും നമ്മുടെ ദൗർബല്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഭീകരതയെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഒന്നേ ഉള്ളൂ, മിസൈലിന്റെയും ഡ്രോണുകളുടെയും ഭാഷ. സർജിക്കൽ സ്ട്രൈക്കുകൾ പോലെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നടപടികളും ശക്തമായിട്ടുള്ള നാരേറ്റീവ് വാർഫെയറുമാണ് ഈ ഭീഷണിക്കുള്ള ഒരേ ഒരു മറുപടി. സാംസ്കാരികവും സൈനികവുമായിട്ടുള്ള ഒരു ദീർഘകാല പോരാട്ടത്തിന് ഇന്ത്യ എപ്പോഴും സജ്ജമായിരിക്കണം. ശത്രുവിന്റെ ഉദ്ദേശങ്ങൾ വ്യക്തമാണ്. ഇനി നമ്മൾ തീരുമാനിക്കണം നമ്മുടെ പ്രതിരോധം എത്രത്തോളം നിർദ്ദയമായിരിക്കണമെന്ന്. ന്യൂസ് ഡെസ്ക്.